കൊച്ചിയിൽ സാലിയിലേക്ക് പോവുകയാണ്. സാലി, നിയമപരവും രാഷ്ട്രീയവുമായ തിരിച്ചടി എന്ന നിലയിലേക്ക് മാത്യു കുഴൽനാടനെയും UDF-നെയും വിശേഷിച്ച് കോൺഗ്രസിനെയും ബാധിക്കുന്നു ഈ വിഷയം? തീർച്ചയായും ശരത്, അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ഈ തിരിച്ചടിക്ക്. കാരണം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയും ചെയ്തൊരു കേസാണിത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയുന്ന പോലെ മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടങ്ങളിലെല്ലാം ഏറെ നേരം ഇത് വാർത്തകളിൽ നിറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങളുടെ കൈയയച്ചുള്ള സഹായവും പിന്തുണയും ഇതിന് മാത്യു കുഴൽനാടനും UDF കേന്ദ്രങ്ങൾക്കും കിട്ടി എന്ന് തന്നെ വിമർശിക്കേണ്ടി വരും. അങ്ങനെ കിട്ടിയ ഒരു സംഭവത്തിലാണ് കോടതിക്ക് മുമ്പിലെത്തിയപ്പോൾ ഒരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി ഇത് നിഷ്കരുണം തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടനോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചു, ഇതൊരു തിരിച്ചടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുഴൽനാടൻ സമ്മതിക്കേണ്ടി വന്നു, ഇതൊരു സെറ്റ് ബാക്കാണ്, ഇതൊരു തിരിച്ചടിയാണ് എന്ന വിവരം. അത് നിയമപരമായി തിരിച്ചടി എന്നുകൂടി മാത്യു കുഴൽനാടൻ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടൻ പറയുന്ന നിയമപരമായ തിരിച്ചടിക്കപ്പുറം ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഒരുപാടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ കേസിൽ ഒന്ന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മുന്നണിയെയും CPM-നെയും കരിനിഴലിൽ നിർത്തുക എന്ന രാഷ്ട്രീയ ഉദ്ദേശം മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് പല ആരോപണങ്ങളും കുഴൽനാടൻ ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും കോടതിക്ക് മുമ്പാകെ ഒരിഞ്ച് തെളിയിക്കാൻ കുഴൽനാടന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു A4 പേപ്പർ ഉയർത്തി കാണിച്ചാൽ അത് തെളിവാകുമെന്ന വിചാരിക്കുന്നവർക്ക് നല്ല നമസ്കാരം എന്ന വാചകത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിച്ച് നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അങ്ങേയറ്റം നിരാശയോടുകൂടിയുള്ള പ്രതികരണമാണ് മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് തിരിച്ചടി അഡ്മിറ്റ് ചെയ്യാൻ തന്നെ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. ഏതായാലും മാത്യു കുഴൽനാടന് മാത്രമല്ല രാഷ്ട്രീയപരമായി ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ച UDF-നും കോൺഗ്രസിനും ലഭിച്ച തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശരത്. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. അതായത് മാത്യു കുഴൽനാടനിലൂടെ നേരിട്ട ഈ തിരിച്ചടി, രാഷ്ട്രീയവും നിയമപരവുമായ തിരിച്ചടി അനുഭവിക്കേണ്ടി വരിക അത് കോൺഗ്രസ് ആണ് എന്നാണ് AK ബാലൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നിട്ടുള്ളത്.